മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പത്തനംതിട്ടയിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രളയബാധിത പ്രദേശങ്ങളായ ആറന്മുള അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് മുഖ്യമന്ത്രി സന്ദർശനത്തിനായി എത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രി പി.സി. വിഷ്ണുനാഥ്, അബിൻ വർക്കി എം.എൽ.എ അടക്കമുള്ള ആളുകളും ഉണ്ട്. മുഖ്യമന്ത്രി പ്രളയബാധിത പ്രദേശത്തിലേക്ക് ഈ ഒരു സമയത്ത് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പത്തനംതിട്ടയിൽ പ്രളയം ബാധിച്ച പ്രദേശങ്ങളിൽ മുഖ്യമന്ത്രി ഇന്ന് സന്ദർശിക്കുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കടക്കം മുഖ്യമന്ത്രി നേരിട്ടെത്തി സന്ദർശനം നടത്തുകയാണ്. മന്ത്രി പി.സി. വിഷ്ണുനാഥും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ട്. അബിൻ വർക്കി എം.എൽ.എ, ആറന്മുള എം.എൽ.എ അബിൻ വർക്കിയും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആളുകൾ കഴിയുന്ന ഇടത്താണ് മുഖ്യമന്ത്രി ഇപ്പോൾ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത്. ഈ ഒരു വലിയ തരത്തിലുള്ള പ്രളയം സംസ്ഥാനത്തെ ബാധിച്ച് സംസ്ഥാന ദുരന്ത മുഖത്ത് നിൽക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഒരു ദുരന്ത മുഖത്തേക്ക് നേരിട്ടെത്തി കാര്യങ്ങൾ വിലയിരുത്തുന്നത്. പത്തനംതിട്ട ആറന്മുളയിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നേരിട്ടെത്തി പ്രളയബാധിതരെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ആളുകളെയൊക്കെ സന്ദർശിക്കുന്നത്. വലിയ തരത്തിലുള്ള വിമർശനമൊക്കെ ഇക്കാര്യത്തിൽ ഉയർന്നിരുന്നു. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും അടക്കം ഈ ഏകോപനത്തിലടക്കം വലിയ വീഴ്ചയുണ്ട്, മുഖ്യമന്ത്രിയുടെ ഇടപെടലിൽ വലിയ വീഴ്ചയുണ്ട് എന്നൊക്കെ. അതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നത്. പത്തനംതിട്ടയിൽ കോഴഞ്ചേരി PWD ഗസ്റ്റ് ഹൗസിൽ ഉദ്യോഗസ്ഥരുമായി അടക്കം കൂടിക്കാഴ്ച നടത്തും, കാര്യങ്ങൾ വിലയിരുത്തും എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഭാഗത്തു നിന്നും അറിയാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രിക്കൊപ്പം ഇപ്പോൾ മന്ത്രി പി.സി. വിഷ്ണുനാഥും അബിൻ വർക്കി എം.എൽ.എയും ഉണ്ട്. മുഖ്യമന്ത്രി ഇപ്പോൾ കാര്യങ്ങൾ വിലയിരുത്തുകയാണ്. അവിടെ അതിൻ്റെ തത്സമയ ദൃശ്യമാണ് കാണുന്നത്. നിരവധി പേരാണ് പത്തനംതിട്ടയിലും ആറന്മുളയിലും കോന്നിയിലും റാന്നിയിലും പ്രദേശങ്ങളിലൊക്കെയായി പ്രളയബാധിതരായി ക്യാമ്പുകളിലടക്കം കഴിയുന്നത്. വലിയ ദുരിതമാണ് അവിടെ നിന്നുമുള്ള ആളുകൾ പറയുന്നത്. അതെല്ലാം നമ്മൾ കണ്ടതും റിപ്പോർട്ട് ചെയ്തതുമൊക്കെയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഒരു പ്രളയബാധിത പ്രദേശത്തേക്ക് നേരിട്ടെത്തി കാര്യങ്ങൾ നോക്കുന്നത്, ഏകോപിപ്പിക്കുന്നത്, വിവരങ്ങൾ തേടുന്നത്. കോഴഞ്ചേരി PWD ഗസ്റ്റ് ഹൗസിൽ ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. തെക്കേമല ആറന്മുള റൂട്ടിൽ പരമൂട്ടിൽപ്പടി ജംഗ്ഷനിലെ ദുരിതമേഖല മുഖ്യമന്ത്രി സന്ദർശിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ഇപ്പോൾ പത്തനംതിട്ടയിൽ എത്തിയിരിക്കുകയാണ്. സംസ്ഥാനം വലിയ ദുരന്ത മുഖത്ത് നിൽക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ദുരന്തം ഉണ്ടായത് പത്തനംതിട്ട ജില്ലയിലാണ് എന്നുള്ളതാണ്. മിന്നൽ പ്രളയം അടക്കമുള്ള ഒരു സാഹചര്യം ഉണ്ടായി. വലിയ ദുരിതം പത്തനംതിട്ടയിലെ ജനങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് മുഖ്യമന്ത്രി പത്തനംതിട്ടയിലേക്ക് നേരിട്ടെത്തി പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു 4-5 ദിവസമായി വലിയ ദുരിതത്തിലാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ. അതിനു പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഇടപെടലിലൊക്കെ വലിയ തരത്തിലുള്ള വിമർശനം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയരുകയും ഒക്കെ ചെയ്തിരുന്നു. ഒരുപാട് ചോദ്യങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി ഈ പ്രളയം ഇത്രമാത്രം ദുരിതം നടക്കുന്ന സമയത്ത് സ്വകാര്യ ആവശ്യത്തിനായി ഹെലികോപ്റ്റർ ഉപയോഗിച്ചു എന്നതടക്കം, വിരുന്നിൽ പങ്കെടുത്തു എന്നതടക്കമുള്ള ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ ആ തരത്തിൽ തന്നെ ഇപ്പോഴും നിലകൊള്ളുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പത്തനംതിട്ടയിൽ നേരിട്ടെത്തി ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നത്. ദേവൻ MP അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. ദേവൻ, എന്തായാലും മുഖ്യമന്ത്രി പത്തനംതിട്ടയിൽ എത്തിയിരിക്കുകയാണ്. ഇനി മുഖ്യമന്ത്രിയുടെ നീക്കങ്ങൾ, നടപടികൾ ഏത് രീതിയിലാണ്? ഉദ്യോഗസ്ഥരുമായി അടക്കം കൂടിക്കാഴ്ച നടത്തുമോ? ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സന്ദർശനം എങ്ങനെയാണ് അവിടെ പുരോഗമിക്കുന്നത്? സമയം മുമ്പാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പത്തനംതിട്ട ജില്ലയിലെത്തിയത്. ഇപ്പോൾ കോഴഞ്ചേരി PWD ഗസ്റ്റ് ഹൗസിലാണ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി പി.സി. വിഷ്ണുനാഥ്, ഒപ്പം തന്നെ ആറന്മുള എം.എൽ.എ അബിൻ വർക്കി തുടങ്ങിയ ജനപ്രതിനിധികളും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ട്. ഇവരുമായി ഈ ജനപ്രതിനിധികളും ഒപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥരും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ ഗസ്റ്റ് ഹൗസിലുണ്ട്. ഒപ്പം തന്നെ KCB-യുടെയും ഒപ്പം തന്നെ വാട്ടർ അതോറിറ്റി തുടങ്ങി ഈ ദുരന്ത മേഖലയിൽ പ്രവർത്തിക്കേണ്ട എല്ലാ വകുപ്പിലെ ഉദ്യോഗസ്ഥരും വകുപ്പ് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നടക്കുന്ന നടപടികൾ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഈ യോഗം വിലയിരുത്തും. ഇനി വേണ്ട നടപടികൾ, സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയാണെന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കും. മാത്രമല്ല പല സ്ഥലങ്ങളിലും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നടക്കുമ്പോൾ പരാതികൾ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടിയന്തരമായി ജില്ലയിലേക്ക് വേണ്ട മറ്റ്
മറ്റ് സഹായങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കേട്ട ശേഷമായിരിക്കും അതിലേക്കുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കുക. ഇവിടെ നിന്നും കൂടിക്കാഴ്ച പൂർത്തിയാക്കിയ ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമെന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ തെക്കേമല ആറന്മുള റൂട്ടിൽ പരുമൂട്ടിൽപ്പടി ജംഗ്ഷനിൽ അവിടെയുള്ള ദുരിത മേഖല സന്ദർശിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ അവിടെ ഉണ്ടായിരുന്നതാണ്. അവിടെ ഈ ആറന്മുള ക്ഷേത്രത്തിലേക്ക് അടക്കമുള്ള റോഡുകളിൽ അടക്കം പൂർണ്ണമായും വെള്ളം കയറി നിൽക്കുന്ന സാഹചര്യമാണ്. അവിടെ നിന്നുമാണ് 300-ലധികം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. ആ ദുരിതബാധിത മേഖലയിൽ മുഖ്യമന്ത്രി ആദ്യം സന്ദർശനം നടത്തും. അതിനുശേഷം തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിലെ ചിറയിരുമ്പിലുള്ള ക്യാമ്പിൽ, ദുരിതാശ്വാസ ക്യാമ്പിൽ മുഖ്യമന്ത്രി സന്ദർശനം നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും റാന്നിയിലും മുഖ്യമന്ത്രി അവിടേക്കും നേരിട്ടെത്തുന്നുണ്ട്. അവിടെയും ദുരിതബാധിത മേഖലകളിൽ സന്ദർശിക്കുകയും ഒപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും എത്തും. ഇവയെല്ലാം തന്നെയും ഈ ആളുകളുമായി നേരിട്ട് സംസാരിക്കാനാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം. ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളോടും ഒപ്പം തന്നെ ഈ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മേഖലകളിൽ എത്തി അവിടെയുള്ള ആളുകളുമായും അവരുടെ അഭിപ്രായങ്ങൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കേൾക്കും. അതിനുശേഷം നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്ത തീരുമാനങ്ങളിൽ അധികം ഏതെങ്കിലും തരത്തിൽ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ ആ കാര്യങ്ങൾ കൂടി ഈ ആളുകളുമായി സംസാരിച്ച് അവരുടെ അഭിപ്രായങ്ങൾ കേട്ട ശേഷമായിരിക്കും തീരുമാനമെടുക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ കോഴഞ്ചേരി PWD ഗസ്റ്റ് ഹൌസിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണ്.